സ്ട്രോക്ക് വരാതിരിക്കാനുള്ള നടപടി എന്താണ് ചെയ്യേണ്ടത്? ഈ സ്ട്രോക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്ട്രോക്ക് നേരത്തെ അറിയാൻ എന്ത് മാർഗമുണ്ട്? സ്ട്രോക്ക് ഉണ്ടാകും, 1 വർഷത്തിനകത്തോ 2 വർഷത്തിനകത്തോ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകും എന്ന് നമുക്ക് നേരത്തെ പ്രീഡിക്റ്റേഷൻ ചെയ്യാൻ പറ്റുമോ? ഈ സ്ട്രോക്കിന്റെ കാരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് സ്ട്രോക്ക് യൂഷ്വലി ഇതൊരു 45 ഇയേഴ്സിന് ശേഷമാണ് യൂഷ്വലി സ്ട്രോക്ക് വരുന്നത്. ഇപ്പൊ ചെറുപ്പക്കാരിലും വളരെ കോമൺ ആയിട്ട് സ്ട്രോക്ക് വരുന്നുണ്ട്. നമ്മൾ 25 വയസ്സിലും 20 വയസ്സിലും ഒക്കെ സ്ട്രോക്ക് കാണുന്നുണ്ട്. സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങളിൽ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിനകത്ത് മോഡിഫയബിൾ ആൻഡ് നോൺ മോഡിഫയബിൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, അതേപോലെ തന്നെ ഒബിസിറ്റി, പിന്നെ നമ്മളുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ്. അപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ, പിന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്സും ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സ്ട്രെസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം വരുന്നതിനുള്ള കാരണങ്ങളാണ്. ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റ്യനിൽ നമുക്ക് സ്ട്രോക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചതെങ്കിൽ, നമ്മൾക്ക് ഈ ഇപ്പം ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ പാരമ്പര്യമായിട്ടും ഒക്കെ വരാം. അത് നമുക്ക് എന്തായാലും വരും. മനസ്സിലായില്ലേ? അപ്പം വന്നു കഴിഞ്ഞാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരാൾക്ക് BP അതിൻ്റെ ഏറ്റവും നല്ല കൺട്രോളിൽ പോവുക. ഡയബറ്റിക് ആണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഈ ഡയബറ്റീസിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, ഒരു ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ OP-യിൽ കാണും. അവരുടെ അടുത്ത് നമ്മൾ അതിന് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. HbA1c നിങ്ങളുടെ 3 മാസത്തെ ഇതിൽ കൂടുതലാണ്. ഇല്ല ഡോക്ടറെ, ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കുറച്ച് നാളും കൂടെ ഞാൻ നടക്കുകയും ഓടുകയും ആഹാരമൊക്കെ നിയന്ത്രിച്ച് ഒന്ന് നോക്കാം എന്ന് പറയും. അതൊരു തെറ്റായ കൺസെപ്റ്റാണ്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്താൽ നമ്മൾ എത്രയും നേരത്തെ അത് ട്രീറ്റ് ചെയ്ത് അത് നല്ല കൺട്രോൾഡ് ഡയബറ്റീസ് ആയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ കുറച്ച് ഒരു റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് ഉണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, വേറെ ഒരുപാട് കാരണങ്ങളാൽ നമുക്ക് ഡയബറ്റീസ് റിവേഴ്സും ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മളുടെ സ്ട്രെസ് എത്ര കുറയ്ക്കാമോ അത്രയും നല്ലത്. നമ്മൾ സോഷ്യലി ആക്റ്റീവായിട്ടിരിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ, യോഗ, ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെ ബോഡി വെയിറ്റ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ റിസ്ക് ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയും. പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ സ്ട്രോക്ക് വരുന്നതിനുള്ള കാരണങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. പാരമ്പര്യമായിട്ട് രക്തം കട്ടപിടിക്കുന്നതിനുള്ള ടെൻഡൻസിയുള്ള രോഗങ്ങൾ, കോണ്ടാക്ട് സ്പോർട്സിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസിന്റെ പാർട്ടായിട്ട് രക്തക്കുഴലിന്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന കീറൽ, അവിടെ രക്തം കട്ട പിടിച്ചതിന് ശേഷം അത് ബ്രെയിനിലോട്ട് പോകും. ഒരു 20% യങ് സ്ട്രോക്കിന്റെയും കാരണം നമ്മുടെ ഡിസെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കഴുത്തിലെ മേജർ രക്തക്കുഴലിന്റെ രക്തപാളികൾ കീറിയിട്ട് അവിടെ ബ്ലഡ് എവിടെ അനങ്ങാതിരുന്നാലും ഉടനെ അത് ക്ലോട്ട് ചെയ്യും. എന്നിട്ട് അവിടെ ക്ലോട്ട് ചെയ്ത് അത് ബ്രെയിനിലോട്ട് പോയി. ഞാൻ ഡിസെക്ഷൻ വിത്ത് എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കൺട്രോൾ ചെയ്യുക. സ്മോക്കിംഗ് വളരെ റിസ്ക് ഉള്ളൊരു സാധനമാണ്. സ്മോക്കിംഗ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മോക്കിംഗ്. അതേപോലെ തന്നെ ആൽക്കഹോൾ, ഇതെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കുറയും. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് 1 വർഷം 2 വർഷം മുമ്പേ നമുക്ക് സ്ട്രോക്ക് വരുമോ എന്നുള്ളത് ചോദിച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള സിംറ്റംസ് കുറവാണ്. ഞാൻ ഈ പറഞ്ഞ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കെല്ലാം സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ പാരമ്പര്യത്തിന്, ഹാർട്ട് അറ്റാക്കിനും പാരമ്പര്യത്തിനും ഒരു റോൾ ഉള്ളതുപോലെ തന്നെ സ്ട്രോക്കിനും പാരമ്പര്യത്തിന് ഒരു റോളുണ്ട്. നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ക്ലോസ് റിലേറ്റീവ്സിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് റെഗുലറായിട്ട് അവരുടെ ഈ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ക്ലോസ് മോണിറ്ററിങ് വെക്കുകയും അതിന് വേണ്ട ചികിത്സ നേരത്തെ തേടുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും.